പുതുവർഷ ദിനത്തിൽ ഞാൻ പറയുന്ന ഈ കഥയുണ്ടല്ലോ, സദാചാരവാദികളും പ്രായപൂർത്തിയാവാത്തവരും ആദ്യം തന്നെ സ്കിപ്പ് ചെയ്തേക്കുക. ഇനി അത് കേൾക്കാൻ വേണ്ടി നിൽക്കരുത്. കാര്യം അത്രയും മോശപ്പെട്ടൊരു കാര്യം പറയുന്നു. ഒരുപാട് പേർക്ക് പണി കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധനം ആയതുകൊണ്ട് എനിക്കൊരു പണിയായിട്ട് വന്നു, എനിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നത്. സംഭവം എന്നാന്ന് വെച്ചാൽ, ഫേസ്ബുക്കിൽ ഒരുപാട് ഫ്രണ്ട്സും അതും ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് മെസ്സഞ്ചറിൽ ഒരു ലേഡി എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പം ഫോട്ടോയൊന്നുമില്ല, അവരുടെ പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ കോൾ എടുത്തപ്പോൾ ഇവര് വളരെ ഹസ്കി വോയിസിലാണ് എന്നോട് സംസാരിക്കുന്നത്. അതായത് ഒരു സ്ത്രീ സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പുരുഷനെ വിളിച്ചാൽ എങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്, ആ രീതിയിൽ സാറിന്റെ കയ്യിൽ എന്നെ കിട്ടിയാൽ സാർ ഇപ്പൊ എന്ത് ചെയ്യും, സാറേ ഞാൻ ഇന്ന ഡ്രസ് ഇട്ട് ഇങ്ങനെ കിടക്കുക അങ്ങനെ കിടക്കുക അതാ ഇതാ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഒരുപാട് സ്ത്രീകളുമായിട്ട് ടെലിഫോൺ സെക്സ് നടത്തിയിട്ടുണ്ട്. ഒത്തിരി പേരുടെ അടുത്ത് നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ വിശദമായിട്ട്. നിങ്ങളെ കൈ കിട്ടിയ ഞാൻ അങ്ങനെ ചെയ്യും, മറ്റേ പാടി ചെയ്യും, മറിച്ച പാടി ചെയ്യും. സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. പക്ഷെ അതൊക്കെ നമുക്ക് നേരിട്ട് പരിചയമുള്ളവരൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് സംസാരിച്ചൊക്കെ വന്നൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ആരാണ്, എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇതെന്റെ ഒറിജിനൽ അക്കൗണ്ട്, ഈ അക്കൗണ്ട് ഇതിലേക്ക് നിങ്ങളൊരു ഫേക്ക് അക്കൗണ്ട് എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയും. നിങ്ങളുടെ ഒരു ഫോട്ടോ എങ്കിലും വരെ കണ്ടാണല്ലോ ഇതിനൊക്കെ ഒരു മൂഡ് വരുന്നത്. അങ്ങനെ പറഞ്ഞ് ഇവരൊരു തരത്തിൽ സമ്മതിക്കുകയല്ല. സാറേ എന്തെങ്കിലും ഒന്ന് പറ സാറേ, മറ്റോ സാറേ എനിക്ക് അത്രയും സഹിക്കാൻ മേലാത്തോണ്ടോ സാറേ ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്. ഞാൻ പറയും നിങ്ങളുടെ ID കാർഡെങ്കിലും എനിക്കൊന്ന് കാണിച്ചു. അവരെന്തോ നേഴ്സാണെന്ന് എന്തോ എന്നോട് പറഞ്ഞു, അതെങ്കിലും ഒന്ന് കാണിച്ചു. ഇവരൊന്നും കാണിക്കില്ല, പക്ഷെ എന്നെ അങ്ങ് നിർബന്ധിക്കുക. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന പോലത്തെ പരിപാടി ശരിയാവില്ല കേട്ടോ, ഇത് നിങ്ങൾ ആരാണ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനൊക്കെ തയ്യാറാണ്, എനിക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. അപ്പൊ അവസാനം അവർ പറഞ്ഞു, സാറേ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. ഞാൻ ആ പറഞ്ഞ സാധനമൊക്കെ മാറ്റിയിട്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറയുക. അതായത് നമ്മൾ യൂട്യൂബിനകത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെറുതെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, കമ്പിക്കോൾ എന്നും പറഞ്ഞ് ഒരു സാധനമുണ്ട്. അതായത് സെക്സ് ടോക്ക് നടത്തിയ ലീക്ക്ഡ് ആയ സാധനം. ഇതിൽ ബഹുഭൂരിപക്ഷം ലീക്ക്ഡ് അല്ല, ഇതെല്ലാം ക്രിയേറ്റഡാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഈ രീതിയിലാണ്. അതായത് ആന്റി ചെറുക്കനെ വിളിച്ച് സൈസാക്കി, ചേച്ചി മറ്റേ ഒരു അയൽവത്തെ പയ്യനെ സൈസാക്കി എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഹെഡിങ് കൊടുത്തേക്കുന്നത്. ഇതിൽ കുറെയൊക്കെ ലീക്ക്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്, ബാക്കി എല്ലാം ക്രിയേറ്റഡാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെയൊക്കെ ഈ വോയിസ് ശരിക്കും പറഞ്ഞാൽ ഫോണിൽ ടെലിഫോൺ സൗണ്ടിൽ കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരാൾക്ക് മനസ്സിലാവും ഇത് അസുഖം മൂത്ത വക്കീൽ തന്നെ ആണെന്ന്. ആൾക്കാരപ്പോൾ തന്നെ പറയും. എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നപ്പച്ചന്മാരെ, എൻ്റെ അങ്കിളുമാരെ, എൻ്റെ ചേട്ടായിമാരെ, എൻ്റെ കൂട്ടുകാരെ, ഇതുപോലെ ഏതെങ്കിലും പെണ്ണുങ്ങൾ കയറി വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, വിസ്തരിച്ചിരുന്ന് കഥയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തേക്കരുത്. അവരത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും, അത് നേരെ യൂട്യൂബിൽ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യും. ഇതിന് സാമ്പത്തികം കിട്ടും. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇത് വന്ന് പരിശോധിക്കാനായിട്ടൊക്കെ ഒത്തിരി സെർച്ച് ചെയ്ത് കണ്ടെത്താനൊക്കെ ഒത്തിരി പേരുണ്ട്. അവരത് കണ്ടെത്തുന്ന കൂടുതൽ അതിന് വ്യൂവേഴ്സിനെ വരുന്നതിനനുസരിച്ച് അതിൽ വരുന്ന ചില ടൈപ്പ് പരസ്യങ്ങളുണ്ട്. അല്ലാതെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. പരസ്യം കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്, മാക്സിമം വ്യൂവേഴ്സ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചളി കയറി അങ്ങ് വീണ് പണി വാങ്ങിച്ചു പിടിക്കരുത്. അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാ. പിന്നെ ഞാൻ അത്തരക്കാരനാണല്ലോ എന്നൊന്നും ആരും ധരിക്കരുത്. ഞാൻ അത്തരക്കാരൻ തന്നെയാ. എന്നാ ചെയ്യണേ, ഇനി ഞാൻ നന്നാവും ഉദ്ദേശിക്കുന്നില്ല. ഓക്കേ.